welcome back to my channel. എൻ്റെ പേര് Abhina. Hair care routines അല്ലെങ്കിൽ hair care എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മളെല്ലാവരും കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടണം എന്നില്ല. കുറേ നാച്ചുറൽ ആയിട്ടുള്ള വേസിൽ നമ്മൾക്ക് നമ്മളുടെ ഹെയറിനെ ഹെൽത്തി ആൻഡ് ഗ്രോത്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഈ ഒരു ഹെയർ മാസ്ക് നമ്മളുടെ ഹെയറിനെ ഷൈനി ആൻഡ് സ്മൂത്ത് ആക്കുന്നതായിരിക്കും. ഹെയർ ഷൈനി ആൻഡ് സ്മൂത്ത് ആവുമ്പോൾ തന്നെ നമ്മളുടെ ഹെയറിന് ഹാഫ് ഓഫ് ദ ഹെൽത്തും തിരിച്ചു കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. ആക്ച്വലി അത് ഹെൽത്തി ആവുന്നത് കൊണ്ടാണ് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടും പിന്നെ നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള എൻഡ്സ് ഒക്കെ ഹെൽത്തി ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കിടക്കുന്നതും കാണാൻ പറ്റുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഹെയർ മാസ്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹെയർ മാസ്ക് വീഡിയോ ആക്ച്വലി ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് പ്രകാരമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. എന്തായാലും യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബനാനയാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്തിനാ ബനാന നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മളുടെ ഹെയറിലൊക്കെ ഉപയോഗിക്കുന്നതെന്നല്ലേ. പക്ഷെ ബനാനയ്ക്ക് നമ്മളുടെ ഹെയറിൽ അത്രയും പ്രോട്ടീൻസും ന്യൂട്രിയൻസും തരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബനാനയാണ്. ഞാൻ ഇവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 2 എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഹെയർ ലെങ്തിനനുസരിച്ച് നമുക്ക് ബനാന എടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ബനാന പീസസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ആവശ്യം ബനാന പീസസ് ആണ്. നമ്മൾക്കത് ഈ ബൗളിലേക്ക് ഇടാം. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് യോഗേർട്ട് ആണ്, തൈര്. നമ്മുടെ തൈര് 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് നമ്മളുടെ ഈ ബൗളിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് ഈ മിക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നേച്ചേഴ്സിൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ്ചർ ഒരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു നല്ല പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെയാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ മാസ്കിന് വേണ്ടത്. ഇനിയും 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. ആ 2 ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കാസ്റ്റർ ഓയിൽ ആണ്. കാസ്റ്റർ ഓയിൽ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. 1 ടീസ്പൂൺ ഓഫ് കാസ്റ്റർ ഓയിൽ ആണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. കാസ്റ്റർ ഓയിൽ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കാച്ചി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏത് എണ്ണയായാലും കുഴപ്പമില്ല. നോർമലായിട്ടുള്ളൊരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും മതി. ഇതിൽ ഞാൻ 2 ടീസ്പൂൺ ഓഫ് കാച്ചിയ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ മിക്സ്ചർ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാസ്ക് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരിക. ഏതൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നല്ല രീതിയിൽ കോംബ് ചെയ്യുക. കോംബ് ചെയ്ത് ഹെയറിലുള്ള നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ക്രൗൺ ഏരിയയിലുള്ള ഹെയർ എടുത്ത് ഒരു ബൺ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹെയർ പ്രോപ്പറായിട്ട് സെക്ഷൻ ചെയ്ത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും അപ്ലൈഡ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് എന്തായാലും കുറച്ച് സമയമെടുത്ത് ഹെയർ സെക്ഷനൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്യുക. ബൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ക്രൗൺ ഏരിയയിലുള്ള ഹെയർ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടൊരു ക്ലച്ചർ വെച്ച് സെക്യൂർ ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കിലുള്ള ഹെയറും കൂടെ 2ആയിട്ട് സെക്ഷൻ ചെയ്യുക. ഞാൻ ലെഫ്റ്റിലുള്ള ആ സെക്ഷൻ ബണ്ണായിട്ട് ടൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതവിടെ ലീവ് ചെയ്താൽ മതി. എന്തായാലും മറ്റേ സെക്ഷനുമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ലീവ് ചെയ്ത് വെക്കുക.
എന്നിട്ട് റൈറ്റിലുള്ള സെക്ഷനിൽ നിന്ന് ചെറിയ ചെറിയ പീസസ് ഓഫ് ഹെയർ എടുക്കുക. ആ ചെറിയ പീസ് ഓഫ് ഹെയറിൽ ഞാൻ എൻ്റെ ബനാന ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയാണ്. ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിൽ മാത്രമല്ല മുഖത്തും ഡ്രസ്സിലും ഒക്കെ ഹെയർ മാസ്ക് ആവും. അതുകൊണ്ട് എന്തായാലും കുറച്ച് മോശമായ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. ആ ഒരു സ്ട്രാൻഡ് ഓഫ് ഹെയറിന് നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തൊരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. എന്നിട്ട് അതിലും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും റൂട്ടിൽ നിന്ന് ടിപ്പ് വരെയും നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്ട്രാൻഡ്സിൽ നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഇനി ഞാൻ ഈ ഹെയർ മാസ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരാം. പഴം നമ്മളുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു. നമ്മളുടെ മുടിയിലുള്ള ഷൈനും പിന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ് ഒക്കെ നമ്മളുടെ ഹെയറിൻ്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താ, എല്ലാവർക്കും പ്രോബ്ലം ഉള്ളത് ഡാൻഡ്രഫ്. ഈ വലിയൊരു പാരയെ നമ്മളുടെ ഹെയറിൽ നിന്ന് ഒഴിവാക്കാൻ കൂടി ബനാന ഹെൽപ്പ് ചെയ്യുന്നു. പഴം നമ്മളുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഈ മാസ്കിൽ അടങ്ങിയിരിക്കുന്ന യോഗർട്ട് നമ്മളുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും സ്കാൽപ്പ് ഹെൽത്തി ആക്കി വെക്കാനും അതോടൊപ്പം തന്നെ ഡാൻഡ്രഫ് ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആലോവേര ജെൽ നമ്മളുടെ ഹെയറിനെ സ്മൂത്തും ഷൈനിയും ആക്കുന്നതാണ്. നമ്മളുടെ സ്കാൽപ്പിലുള്ള ഇച്ചിനെസ് ഒക്കെ കുറക്കാൻ സഹായിക്കുന്നതുമാണ്. കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ നമ്മളുടെ ഹെയറിനെ വളരാൻ സഹായിക്കുന്നു. വളരുംതോറും നമ്മളുടെ ഹെയറിനെ തിക്കും കൂടിയാക്കുന്നു. കാച്ചിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് നമ്മളുടെ ഹെയറിനെ വളരാനും അതിൻ്റെ ഷൈനും സോഫ്റ്റ്നെസ്സും തിരിച്ചു കിട്ടാനും സഹായിക്കുന്നു. ഈ ഹെയർ മാസ്കിൽ ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മളുടെ ഹെയർ ഷാമ്പു വെച്ച് കഴുകിയില്ലെങ്കിൽ നമ്മളുടെ ഹെയർ ഓയിലി ആയിട്ട് തന്നെ കിടക്കുന്നതായിരിക്കും. ഹെയർ മാസ്ക് ഞാൻ എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 60 മിനിറ്റ്സ് ആണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. 45 to 60 മിനിറ്റ്സ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. ധൃതി ഉള്ളവർക്ക് 45 മിനിറ്റ്സ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടൂ. നിങ്ങൾക്ക് ഇതൊരു വീക്ക്ലി വൺസ് ചെയ്താൽ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹെയർ കിട്ടും. ബനാനയും പിന്നെ അതിലുള്ള യോഗർട്ടൊക്കെ നമ്മളുടെ ഹെയറിനെ കൂടുതൽ സ്മൂത്ത് ആക്കാനും ഷൈനി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നല്ല രസത്തിൽ നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിൽ അത് ഡാമേജ്ഡ് ആയിട്ട്, ബിക്കോസ് അതിന് ഡേർട്ടും ഡസ്റ്റൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഹെയർ ഡാമേജ്ഡ് ആയ ഒരു ഫീലിംഗ് ആയിരിക്കും കിട്ടുക. ഡാമേജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹെയർ ലോസ് അല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ഫ്രിസിനെസ് ആയിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ്സും നല്ല രീതിയിൽ തന്നെ ഹെയർ സ്മൂത്ത് ആയിട്ടും നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഒരു നല്ല എൻറിച്ച്ഡ് ആയിട്ടുള്ള ഹെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന്. ആക്ച്വലി ഞാൻ ഈ ഔട്ട്രോയും ഇൻട്രോയും എടുത്തത് ആ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട്സ് കാണാൻ പറ്റുക. ബിക്കോസ് വെറ്റ് ഹെയറിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഫുള്ളി ഡ്രൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ ഡിഫറൻസ് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഹെയർ മാസ്ക്സ് വീക്ക്ലി വൺസ് ചെയ്യാൻ എന്തായാലും ട്രൈ ചെയ്യുക. ബിക്കോസ് നമ്മളുടെ ഹെൽത്തി ഹെയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു മാസ്ക് അതിന് കൊടുക്കണം. എപ്പോഴും നമ്മളുടെ ഫേസിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഹെയറിന് നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്നില്ലെങ്കിൽ അത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തായാലും ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞി ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും കോമെൻറ്റ്സ് ഞാൻ വായിക്കാറുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കോമെൻറ്റ്സ് പറയുക. എല്ലാവരുടെയും കമൻസിന് ഞാൻ റിപ്ലൈയും തരുന്നതായിരിക്കും. പിന്നെ ഷെയർ ചെയ്ത് ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനോടൊക്കെ പറയാം നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ ഫാമിലി തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒന്നും പറയാനില്ല, ജസ്റ്റ് ഇൻസ്റ്റഗ്രാം പേജ് മാത്രമേ ഉള്ളൂ. അത് വന്നൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. ഇനിയും കുറേ നല്ല കണ്ടന്റ് ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ അഭിന സൈനിങ് ഓഫ്. ബൈ, ലവ് യു ഓൾ. ഇങ്ങനെ